നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഒരു ഡിസീസാണ്, ഡീറ്റെയിൽഡ് അല്ലാതെ പഠിക്കാനുള്ള ഡിസീസാണ് സാർസ്. സാർസ് പറഞ്ഞാൽ നമുക്കൊരു 5-10 വർഷം മുമ്പ് ഇന്ന് കൊറോണ വന്ന പോലെ ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടായിരുന്നു ചൈനയിലൊക്കെ. സാർസ് എന്ന് പറഞ്ഞാൽ സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോംസ്. ഇതിൻ്റെ പ്രത്യേക ഇന്ന് നമ്മളെ കാണുന്ന കൊറോണ വൈറസിൻ്റെ വേറൊരു വകഭേദമായിരുന്നു അന്ന് ഈ സാർസ് എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാക്കിയത്. ഉണ്ടോ? അന്ന് ഇതിനെ പക്ഷിപ്പനി എന്നൊക്കെ പറഞ്ഞിരുന്നു. കാരണം പക്ഷികളിൽ നിന്നായിരുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൈമറി റിസർവോയർ എന്ന് പറഞ്ഞാൽ പക്ഷികൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഇന്നത്തെ കൊറോണ പോലെ തന്നെ അന്ന് വലിയൊരു ഔട്ട് ബ്രേക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇതുപോലെ ലോകം മുഴുവൻ വ്യാപിച്ചിട്ടില്ല. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ കുറച്ച് രാജ്യങ്ങളിൽ മാത്രം അവിടെ മാത്രം ഒതുങ്ങി നിന്നിരുന്നു. പക്ഷെ ലോകം മുഴുവനും വ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഒരു സിമിലാരിറ്റി പറഞ്ഞാൽ അതും ഒരു ടൈപ്പ് ഓഫ് കൊറോണ വൈറസാണ്. ഇന്ന് നമ്മൾ കാണുന്ന കൊറോണ പോലെ തന്നെ അതിൻ്റെ ഒരു വകഭേദമായിരുന്നു അന്ന് ഡിസീസ് ഉണ്ടാക്കിയത്. അപ്പോൾ SARS is a communicable viral disease caused by a new strain of coronavirus which differ considerably in genetic structure from previously recognized coronavirus. ഇപ്പോൾ കൊറോണ വകഭേദങ്ങൾ പലതുണ്ട്. ഇപ്പം തന്നെ നമുക്കറിയാം കൊറോണ പല ഇപ്പോൾ 2ാം തരംഗത്തിൽ വേറൊരു സ്ട്രെയിനാണ്, മറ്റേത് വേറെ സ്ഥലത്ത് വേറെ സ്ട്രെയിനാണ്, ലണ്ടനിൽ വേറെ സ്ട്രെയിനാണെന്നൊക്കെ നമ്മളിങ്ങനെ പേപ്പറിലൊക്കെ വായിക്കുന്നില്ലേ. അതുപോലെ വേറൊരു കൊറോണൻ്റെ വകഭേദമായിരുന്നു നമുക്ക് സാർസ് എന്ന ഡിസീസ് അന്നുണ്ടാക്കിയത്. The most common symptoms in patient progressing to SARS include fever. അപ്പം ഇന്ന് സിംറ്റംസൊക്കെ ഓൾമോസ്റ്റ് ഇന്നത്തെ കൊറോണ പോലെ തന്നെയാണ്. ഫീവർ, മാലേസ്, ചിൽസ്, ഹെഡ് ഏക്ക്, മയാൾജിയ, മസിൽ പെയിന്, ഡിസ്നെസ്, തലകറക്കം പോലുള്ളൊരു ഫീലിങ്, പിന്നെ ചുമ, സോർ ത്രോട്ട് ആൻഡ് റണ്ണിങ് നോസ്. അതായത് കൊറോണയ്ക്ക് കാണുന്ന അതേ സിംറ്റംസ് തന്നെയാണ് സാർസിനുണ്ടാവുന്നത്. ചില കേസിലൊക്കെ എന്ത് ചെയ്യും, ഇന്ന് കൊറോണയിൽ പോലെ തന്നെ ലോ ഓക്സിജനിൻ്റെ അളവ് കുറഞ്ഞു പോവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ആളുകളെ നമ്മൾ വെന്റിലേറ്റർ സപ്പോർട്ട് ആവശ്യമായിട്ട് വരും. ഇന്ന് കൊറോണ കേസിൽ സംഭവിക്കുന്ന അതേ സംഭവം തന്നെ. ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് കോസിങ് ഡെത്ത് ഇൻ ആസ് മെനി ഓഫ് 10% ഓഫ് കേസ്. അപ്പോൾ ഈ സാസ് വന്ന 10% ആളുകൾ മരിച്ചു പോകുന്നത് ബിക്കോസ് ഓഫ് ലോ ഓക്സിജൻ്റെ കുറവ് കൊണ്ടാണ് 10% ആളുകളും മരിച്ചു പോകുന്നതെന്നാണെന്ന് പറയുന്നത്. ഇതിൻ്റെ സിംറ്റംസ് നേരത്തെ പറഞ്ഞ പോലെ നോക്കാം. കഫിങ്, ഫീവർ 38 ഡിഗ്രി സെൽഷ്യസ്, അല്ലെങ്കിൽ ഫ്ലൂ ലൈക്ക് സിംറ്റംസ് തന്നെ പനിൻ്റെ സിംറ്റംസ് ആയിട്ടുള്ള ജോയിൻറ്റ് പെയിൻസ്, മസിൽ പെയിൻസ്, പിന്നെ ഹെഡ് ഏക്ക്, സോർ ത്രോട്ട്, പിന്നെ ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്, പെട്ടെന്ന് ശ്വാസം എടുക്കുക, ആൻഡ് ഡിഫിക്കൽറ്റി ഓഫ് ബ്രീത്തിങ്, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് ഡ്യൂ ടു ദി ന്യൂമോണിയ, ലങ്സിന് പ്രശ്നം ഉണ്ടായിട്ടാണ് ഈ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടും പെട്ടെന്നുള്ള ശ്വാസം എടുക്കലും ഒക്കെ. പിന്നെ ലോ വൈറ്റ് ബ്ലഡ് സെൽസ് കൗണ്ട്, WBCൻ്റെ കൗണ്ട് കുറയും. ഇനി അഡൽട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം ഹാസ് ബീൻ ഒബ്സർവ്ഡ് ഇൻ നമ്പർ ഓഫ് പേഷ്യൻ്റ് ഇൻ ദി എൻഡ് ഓഫ് ദിസ്. അവസാന കാലത്ത് പല ആളുകളിലും റെസ്പിറേറ്ററി ഡിസ്ട്രസ് കാണപ്പെടുന്നുണ്ടെന്ന് കൊറോണ കേസിൽ കാണപ്പെടുന്നത് പോലെ റെസ്പിറേറ്ററി ഡിസ്ട്രസ്, അല്ലെങ്കിൽ ശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്ട്രസ് ഈ സാർസിൻ്റെ കേസിലും കാണപ്പെടുന്നുണ്ട്. ഇൻക്യുബേഷൻ പീരീഡ് 2 to 7 days ആണ്. സാധാരണഗതിയിൽ 3 to 5 days ആണ്. ഇതിൻ്റെ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ പ്രൈമറി മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ടു ബി ത്രൂ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ഓഫ് മ്യൂക്കസ് മെംബ്രെയിൻ ഓഫ് ഐ, നോസ് ഓർ മൗത്ത് വിത്ത് റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ് ഓർ ഫോമൈറ്റ്സ്. എന്താണോ കൊറോണയുടെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, അത് തന്നെയാണ് നമ്മുടെ സാർസിൻ്റെ കേസിലും മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഉള്ളത് കേട്ടോ. നമ്മുടെ പരസ്യത്തിലല്ലേ നമ്മുടെ കൈ കൊണ്ട് കണ്ണിലും മൂക്കിലും വായിലൊന്നും തൊടരുതെന്ന് പറയുന്നില്ലേ, ആ സംഭവം തന്നെയാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ. ദ യൂസ് ഓഫ് എയറോസോൾസ്, മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് ഈ ഇൻഫെക്ഷൻ ഉണ്ടാവാറുണ്ട്. പ്രൊസീജിയേഴ്സ്,
എൻഡോട്രക്കിയൽ ഇൻക്യുബേഷൻസ്, ബ്രോങ്കോസ്കോപ്പി, നെബുലൈസേഷൻ ട്രീറ്റ്മെൻറ്റ് ഇൻ ഹോസ്പിറ്റൽ മേ ആംപ്ലിഫൈ. അപ്പോൾ ഹോസ്പിറ്റലിൽ ഈ കേസുകൾ കൂടാനുള്ള ഹോസ്പിറ്റലിൽ ഇത്തരം കാരണങ്ങൾ കൂടി ഉള്ളത് കൊണ്ട് തന്നെ സാധാ ഒരു പോപ്പുലേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഈ സാർസിൻ്റെ ഇൻസിഡൻസ് കൂടാനുള്ള സാധ്യതയാണുള്ളത്. എല്ലാ കേസിലും അതുപോലെ തന്നെയാണ് നമ്മുടെ സാർസിൻ്റെ കേസിലും. അപ്പോൾ ഈ വൈറസ് നമ്മുടെ സ്റ്റൂളിലൂടെയൊക്കെ പുറത്തോട്ട് പോകാറുണ്ട്. പക്ഷേ ഈ ഫീക്കൽ ഓറൽ റൂട്ടിലൂടെയുള്ള ട്രാൻസ്മിഷനൊന്നും സാധാരണഗതിയിൽ കാണുന്നില്ല. മെയിനായിട്ട് നമ്മൾ കൊറോണ സ്പ്രെഡ് ചെയ്യുന്ന അതേ രീതിയിലൂടെ തന്നെയാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. ഇതിൻ്റെ നാച്ചുറൽ റിസർവോയർ ഒരു ബാറ്റാണ്. നേരത്തെ പറഞ്ഞ ബാറ്റാണ് ഇതിൻ്റെ നാച്ചുറൽ റിസർവോയർ. ഇനി നമ്മുടെ ദ സാർസ് വൈറസ് ക്യാൻ സർവൈവ് ഫോർ ഹവേഴ്സ് ഓൺ കോമൺ സർഫസ്. അപ്പോൾ നമ്മുടെ കോമൺ സർഫസിൽ മണിക്കൂറുകളോളം ഇതിന് സർവൈവ് ചെയ്യാൻ പറ്റും. ഔട്ട്സൈഡ് ദ ഹ്യൂമൻ ബോഡി. അതുപോലെ തന്നെ ഹ്യൂമൻ ബേസിൽ ഏകദേശം 4 ദിവസത്തോളം ഇതിന് സർവൈവ് ചെയ്യാൻ പറ്റും. ഇനി ദ വൈറസ് ക്യാൻ സർവൈവ് അറ്റ്ലീസ്റ്റ് ഫോർ 24 hours on plastic surface at room temperature and can live extended period in the cold. അപ്പോൾ സാധാ റൂം ടെമ്പറേച്ചറിൽ പ്ലാസ്റ്റിക് സർഫസിലൊക്കെ ഏകദേശം ഒരു 24 hours ഈ വൈറസിന് സർവൈവ് ചെയ്യാൻ പറ്റും. പക്ഷേ അതേസമയം തണുത്ത സ്ഥലത്താണെങ്കിൽ അതിലും കൂടുതൽ സമയം സർവൈവ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇത്രയാണ് നമുക്ക് സാർസിൻ്റെ കേസിൽ പറയാനുള്ളത്.